അദ്ദേഹം ഒരു കാട്ടുതീയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് കുറച്ച് കളഞ്ഞ തീപ്പിടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ ബിഗ് ബോസ് സീസൺ 6 കൊമ്പൻ ആര് എന്നുള്ള രീതിയിലൊക്കെ ചർച്ച നടക്കുന്നത് കണ്ടു. സിജോ ആണെന്ന് കുറെ ആൾക്കാർ പറയുന്നു, സിജോ അല്ലെന്ന് ജിൻഡോ പറയുന്നു. യഥാർത്ഥത്തിൽ സിജോ ഒന്നും ഗെയിം ഒന്നും അതിനകത്ത് കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ രണ്ടുപേരുടെ പേര് പറയാം. ഇതിന് മുമ്പ് സീസണിൽ വന്ന അഖിൽ മാരാറും സാബുവാനും, ഇവർ രണ്ടുപേരുമാണ് ഇതുവരെയുള്ള സീസണുകളിൽ വെച്ച് ഏറ്റവും നല്ല ഗെയിമർ. മൈൻഡ് ഗെയിം കളിച്ച് മുമ്പോട്ട് പോയി. അവർ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോരുത്തരെയും വെട്ടി മുമ്പോട്ട് പോയ ഇവർ രണ്ടുപേരുമാണ്. ഇതിനപ്പുറത്തേക്ക് ആരും ഈ സീസണിൽ ഈ ജിൻഡോയ്ക്കൊക്കെ കിട്ടുന്ന സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സിജോയ്ക്ക് കുറേ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. ഇടി കൊണ്ട് പോയതിൻ്റെ സഹതാപമാണ് യഥാർത്ഥത്തിൽ സിജോയ്ക്കൊക്കെ കിട്ടുന്നത്. സിജോ ഒന്നും അവിടെ ഗെയിമൊന്നും കളിക്കുന്നതൊന്നുമില്ല. ജിൻഡോ തന്നെ ഗെയിം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ കള്ളം പറയുന്നുണ്ട്. അത്യാവശ്യം സ്റ്റേറ്റ്മെൻറ്റ് മോശമാണ്. പുള്ളിക്കാരൻ സംസാരിക്കാൻ അറിയത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ വിശ്വസ്തതയൊന്നുമില്ല പുള്ളിക്കാരൻ. പിന്നെ കൂട്ടത്തിൽ കേമ എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ പാട്ടും പാടി ജിൻഡോയുടെ പുറകെ നടക്കുന്നു എന്നുള്ളതല്ലാതെ ബിഗ് ബോസ് സീസൺ 6 ഒരാൾ പോലും കൃത്യമായ രീതിയിൽ ഗെയിം കളിക്കുന്നില്ല. കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാറിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. അഖിൽ മാരാറിൻ്റെ ഗെയിം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാൽക്കുലേറ്റ് ചെയ്ത് വെട്ടേണ്ടവരെ വെട്ടി മുൻകൂട്ടി കളിച്ചുകൊണ്ടിരുന്ന ഗെയിമുണ്ട്. ആ ഗെയിമാണ് ഇവിടെ വേണ്ടത്. ആ ഗെയിം കളിക്കുന്ന ആരും ആദ്യമേ ഞാൻ നമ്മുടെ സീക്രട്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു പൊട്ടിത്തെറിക്കുന്നു. പിന്നെ പുള്ളി സൈലൻ്റ് ആയിട്ടിരുന്ന് ഗെയിം കളിക്കുന്നുണ്ടപ്പോൾ വിചാരിച്ചു ശരിയാണ്, അഖിൽ മാരാറിനെ പോലെ വെട്ടി മുമ്പോട്ട് പോകാനായിരിക്കുന്നു. പുള്ളി അതിനകത്ത് തണുത്ത് പോയി, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോയി. പുള്ളിക്കാരൻ ഇപ്പോൾ പുറത്തായിരുന്നെങ്കിൽ 2-3 സിനിമയുടെ റിവ്യൂ ഇട്ട് കുറച്ച് കാശ് ഉണ്ടാക്കായിരുന്നു. ഇത് അകത്ത് പോയി വെറുതെ തണുത്ത് പോയി എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അഭിഷേകസ് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നു. പുള്ളിക്കാരന് പറയാനൊരു ആശയം ഉണ്ടായിരുന്നു, എതിർക്കാൻ വ്യക്തികളുണ്ടായിരുന്നു. പക്ഷെ മോഹൻലാൽ വന്നിട്ട് ഒന്ന് വെടിപൊട്ടിച്ചപ്പോഴത്തേനും ഒരു മഞ്ഞക്കാട് കാണിച്ചപ്പോഴത്തേനും പുള്ളിക്കാരൻ തണുത്തില്ലാതായി പോയ അവസ്ഥ. സിബിനൊക്കെ വന്നിട്ട് കയറി ഭയങ്കരമായിട്ട് അടിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ്റെ വായിൽ നിന്ന് 2 കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി ഡൗൺ ആയി, പുള്ളി മതിലാണെന്നും അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ പുള്ളി ഔട്ടായിപ്പോയി. അപ്പോൾ കുറേ ആൾക്കാർ കാര്യമായിരുന്നു. ഇതിനകത്തെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ പുറത്തുനിന്ന് സംസാരിക്കുന്ന ആൾക്കാരാണ്. അതിൽ ഉദാഹരണമാണ് സീക്രട്ട്. പക്ഷേ 6 സീസൺ മലയാളികൾ കണ്ടു കഴിഞ്ഞു. 6ാമത്തെ സീസണാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 5 സീസണും കണ്ട മലയാളികൾക്ക് എന്താണ് പ്രേമം, എന്താണ് ഫേക്ക് പ്രേമം, എന്താണ് ഈ തരത്തിലുള്ള ഉടായ്പ് എന്നൊക്കെ മനസ്സിലാവും. ഒരു കണ്ണുകൊണ്ട് പ്രേമം കാണിക്കുക, അടിച്ചോട്ടോട്ടം കാണിക്കുക, ഇതൊക്കെ ഫേക്ക് ആണെന്ന് മനസ്സിലാക്കാനുള്ള എല്ലാവർക്കും പറ്റും. പിന്നെ ഇതിനകത്ത് ഇതുവരെ ഈ 50 ദിവസത്തിനുള്ളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ജാസ്മിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ജാസ്മിന് പുറത്തൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അതിനുശേഷം ഫേക്ക് പ്രേമമാണ് അകത്ത്, ജബ്രിയായിട്ട് ഫേക്ക് പ്രേമമാണ്, അല്ലെങ്കിൽ പ്രേമം എത്തുന്നില്ല, പ്രേമത്തിലേക്ക് എത്തുന്നില്ല, ഞങ്ങൾ ഫ്രണ്ട്സാണ്, അതിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. പുറത്തുള്ള ആ ജാസ്മിൻ കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തിയുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസുകൾ വരുന്നു. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ഗെയിമിനെ 50 ദിവസം മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഈ 50 ദിവസം മുമ്പോട്ട് കൊണ്ടുപോയത് തന്നെ അകത്തുള്ള ആൾക്കാരൊന്നുമല്ല, പുറത്തുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് ആൾക്കാർ ഈ ഗെയിം കാണുന്നത് തന്നെ. അതായത് ജാസ്മിൻ പുറത്തുനിന്ന് ഒരാളെ ചതിക്കുന്നു, അകത്ത് വന്നിട്ട് മറ്റൊരാളുടെ പ്രണയം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ രാത്രിയിൽ മുഴുവൻ വാഴത്തോട്ടത്തിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പൈങ്കിളിത്തരം കാണിക്കുന്ന ജാസ്മിനോടുള്ള വിരോധം അല്ലെങ്കിൽ ഗബ്രിയോടുള്ള വിരോധമാണ് ഇതുവരെ ഈ ഷോയെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. അതല്ലാതെ മൈൻഡ് ഗെയിമിലൂടെ ഒരാളെ വെട്ടി പോകുന്ന ഒരു മനുഷ്യൻ പോലും ഈ ബിഗ് ബോസിൻ്റെ സീസൺ 6 ഇല്ല. ഈ ബിഗ് ബോസ് സീസൺ 6 ഇല്ല. സിജോയൊക്കെ കുറേ ആൾക്കാർ പറയുന്നു തീയാണ്, തീപ്പൊരിയാണെന്നൊക്കെ പറയുന്നു. അന്ന് ഈ റോക്കിയൊക്കെ ആയിട്ട് ഇട്ടി ഉണ്ടാക്കി പുള്ളി പോയതിൻ്റെ സഹതാപം മാത്രമേ ഉള്ളൂ ഇവിടെ. കുറേ ആൾക്കാരൊക്കെ സ്റ്റാറ്റസ് ഇട്ട് BGM KGF BGM ഒക്കെ ഇടുന്നത് കണ്ടു. ഒന്നുമില്ല. സിജോ ഒക്കെ അതിനകത്ത് എന്ത് ഗെയിമാണ് കളിക്കുന്നത്? ആദ്യമൊക്കെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, സീക്രട്ടിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അഭിഷേക് എസിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു കുന്തവും ഇല്ല, അനങ്ങുന്നില്ല ഇവരൊന്നും. ആ കൂടി എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം അതിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത് ജിൻഡോ മാത്രമാണ്. അതിൽ മഹാഭൂരിപക്ഷം പുള്ളിക്കാരൻ കള്ളം പറയുന്നത് കൊണ്ട് ഒരു കള്ളൻ ഇമേജാണ് പുള്ളിക്കാരനുള്ളത്. അപ്പോൾ ഇങ്ങനെ തലയെ കയറ്റി ഒരു രാജാവ് എന്നുള്ള രീതിയിൽ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കലാപരിപാടിയും പുള്ളിക്കില്ല. പിന്നെ അന്നത്തെ ഡാൻസ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഔട്ട് വൈറലായി പോകുന്നു എന്നുള്ളതല്ലാതെ ബിഗ് ബോസ് സീസൺ 6 ഒരു കിങ് എന്നൊക്കെ പറയാൻ വേണ്ടി, ഒരു ക്രൗഡ് പുള്ളർ എന്നൊന്നും പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു മൈൻഡ് ഗെയിമർ എന്ന് പറയാൻ വേണ്ടി ആരുമില്ല. ഇപ്പം ആർട്ടിസ്റ്റുകളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്സര അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കുറേ ആൾക്കാർ, അൻസിബ, പിന്നെ ശ്രീലേഖ, പിന്നെ ഈ സീരിയലിലൊക്കെ അഭിനയിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇവരെ ഇടയ്ക്ക് നാടകം കളിപ്പിക്കാനും ഡ്രാമ കളിപ്പിക്കാനും വേണ്ടി യൂസ് ചെയ്യുന്നു എന്നല്ലാതെ ഇവരിൽ നിന്നും ഗെയിം ഒന്നും വരുന്നില്ല. ഇവർ ഭക്ഷണം ഉണ്ടാക്കുന്നു, മാറിയിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇവരിൽ നിന്നും ഗെയിം ഒന്നും വരുന്നില്ല. ഇപ്പം വൈൽഡ് കാർഡ് എന്നുള്ള രീതിയിൽ അഭിഷേക് കെ വരുന്നു, എന്ത് ചെയ്യുന്നു? അകത്ത് കട്ടിലേലിരിക്കുന്നു. അല്ലെങ്കിൽ തൃശ്ശൂർക്കാരിയായിട്ടുള്ളൊരു പെൺകുട്ടി വരുന്നുണ്ട്, തൃശ്ശൂർ ഭാഷയിലൊക്കെ സംസാരിക്കുന്നു. ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു? ചുമ്മാ ഓരായിട്ട് എന്തൊക്കെ കാണിക്കുന്നു, ഒന്ന് ബഹളം വെക്കാൻ നോക്കുന്നു, പുള്ളി പിന്നെ ഒതുങ്ങി ഒരു സൈഡിലേക്ക് മാറിയിരിക്കുന്നു. വൈൽഡ് കാർഡും പരാജയമായി പോയി, വന്നു നിന്നവരും പരാജയമായി പോയി, ഗെയിം നടക്കുന്നുമില്ല. ആ കൂടി ഈ കുടുംബശ്രീ പരിപാടിയിലൊക്കെ ചില ചേച്ചിമാരിരുന്ന് കുറ്റം പറയുന്ന പോലെ ഗബ്രി ജാസ്മിൻ കുറ്റം പറയുന്നു, ജിൻ്റെ അവരുടെ പിന്നാലെ നടക്കുന്നു, ജാസ്മിനും ഗബ്രിയും തമ്മിൽ പ്രേമമാണെന്നുള്ള രീതിയിൽ ചർച്ച നടക്കുന്നു, പ്രേമം അല്ലെന്ന് പറയുന്നു.
ഇത്രയേ ഉള്ളൂ അതിനകത്ത് കിടക്കുക. അത് ഗെയിമല്ല, പരദൂഷണം പറച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ. പുറത്തു വന്ന ആളെ ചതിച്ചു ജാസ്മിൻ, അല്ലെന്നുണ്ടെങ്കിൽ അകത്ത് പ്രേമമാണോ, അല്ലെങ്കിൽ ഗബ്രിക്ക് പ്രേമമാണോ, ഗബ്രിയുടെ കോഴിത്തരമാണോ, ഇത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അല്ലാതെ ബിഗ് ബോസ് സീസൺ 6 കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരാജയമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ആകെ കൂടി ആഴ്ചയിൽ വന്ന് ഇച്ചിരി ബഹളം വെക്കുന്ന, കലിപ്പുണ്ടാക്കുന്ന ലാലേട്ടൻ മാത്രമേ ഉള്ളൂ ഈ പ്രാവശ്യം ഗെയിം കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ലാലേട്ടൻ വന്നിട്ട് അത്യാവശ്യം ആ വീക്കെൻഡ് ഷോ ഡയറക്റ്റ് ചെയ്യുന്ന ആരായാലും കിടിലനായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ആ വീക്കെൻഡ് ഷോയാണ് അത്യാവശ്യം രസം. ഈ ജാസ്മിൻ എന്ന് പറയുന്ന ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ കാലെടുത്ത് വായി വെച്ചിട്ട് കടിക്കുന്നതൊക്കെ കാണുന്നു. അപ്പം ഇതുപോലുള്ള കുറേ കലാപരിപാടിയൊക്കെ ഔട്ട് വരുന്നു, കുറേ ആൾക്കാർ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനകത്ത് ഗെയിമൊന്നും നടക്കുന്നില്ല, അതിനകത്ത് കിങ്ങും ഇല്ല. കുറേ ആൾക്കാർ വന്നിട്ട് കഴിഞ്ഞ ദിവസം സിജോയൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ നാണം തോന്നി കിങ് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ. കിങ്ങായിട്ടൊന്നും ഇല്ല അതിനകത്ത്. നിങ്ങൾ അതിനകത്ത് ഇനി ഒരു അഖിൽമാരാറോ അല്ലെങ്കിൽ സാബുമോനോ അല്ലെങ്കിൽ റോബിൻ രാധാകൃഷ്ണനോ അങ്ങനെയൊക്കെ ആരെങ്കിലും, ഈ റോബിനെയൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ, പുള്ളിയുടെ ഒരു ഗെയിം അതിനകത്ത് അത്ര ഓളം ഉണ്ടാക്കിയല്ലോ. ബാക്കിയെല്ലാം നനഞ്ഞ പടക്കം ഒരു സൈഡിൽ കിടന്ന് വേര് കൊള്ളുമ്പോൾ നനങ്ങുമെന്നല്ല, അത് പൊട്ടുന്നില്ല. സീസൺ 6 ഈ 5 സീസൺ 5 വരെ കണ്ടിട്ടുള്ള മലയാളികൾക്ക് ഈ ഫേക്ക് പ്രേമവും ഇതുപോലെ കലാപരിപാടിയൊക്കെ കണ്ട് മടുത്തിട്ടുണ്ട്. പരമ പുച്ഛമാണ്, ഈ ഫേക്ക് ഡ്രാമയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അടിച്ചിട്ടോ ഫേക്ക്. അർജുനൊക്കെ വെറുതെ തണുത്തൊരു സൈഡിൽ മാറിയിരിക്കുന്നു. കുറേ ആൾക്കാരൊക്കെ റീലിടുന്നുണ്ട് അർജുനുമായിട്ട് ബന്ധപ്പെട്ട്. അർജുൻ്റെ പഴയ ഈ ഫാഷൻ എന്നുള്ള രീതിയിൽ കുറേ സ്റ്റാറ്റസ് ഒക്കെ കിടപ്പുണ്ട്. അതൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്തത്. പുള്ളിയൊന്നും ഇവിടെ ഗെയിമേ കളിക്കുന്നില്ല. ആ കൂടി എന്തെങ്കിലും ഒന്ന് ഒരു ഗെയിം എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് എങ്കിലും പറയുന്നത് തന്നെ ആ ജിൻഡോ ആണ്. പക്ഷേ ജിൻഡോയുടെ പ്രശ്നം, ജിൻഡോ കള്ളം പറയും എന്നുള്ളതാണ്. ഒരു കള്ളം പറയുന്ന ഒരു വ്യക്തിയെ ആൾക്കാർ അത്ര അങ്ങോട്ട് വിശ്വസിക്കത്തില്ല പലപ്പോഴും. പിന്നെ ഡാൻസൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസം ജിൻഡോയുടെ, ആ ശരീരം വെച്ചുകൊണ്ട് ഡാൻസൊക്കെ കളിക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ ബിഗ് ബോസ് സീസൺ 6. നിങ്ങൾക്ക് എങ്ങനെയല്ലേ തോന്നി? നിങ്ങളുടെ അഭിപ്രായം കൃത്യം